ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു അടിപൊളി ബോ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 സിൽവറിൻ്റെ ബോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് സിൽവറിൻ്റെ ചെയിൻ എടുത്തിരിക്കുന്നുണ്ട്, സ്റ്റോൺ ചെയിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഗിയർ വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബീഡ്സൊക്കെ കോർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എത്ര സ്റ്റോൺ ചെയിൻ വേണ്ടതെന്ന് പറഞ്ഞിട്ടൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ 2 ബോലത്തേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിത് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ തേച്ചതിന് ശേഷം നമ്മൾ ഇതിനെ പതുക്കെ അതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കൈ വിട്ടാലൊന്നും ഒട്ടി വരത്തില്ല, കുറച്ച് നേരം എടുക്കും കേട്ടോ ഒട്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇളകിപ്പോരും. അങ്ങനെ 2 ബോയും ഇതുപോലെ തന്നെ ഗ്ലൂ തേച്ച് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലെവൽ ചെയ്തൊക്കെ ഒന്ന് കൊടുക്കണം, ഒന്ന് ചരിഞ്ഞൊക്കെ ഇരിക്കും, നമ്മൾ ഒട്ടിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 2 ബോയ് ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സാണ് കോർക്കാനുള്ളത്. ഞാൻ ഇതേപോലത്തെ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കളറായിട്ടുള്ളത് നല്ല കളേഴ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനിത് ഗിയർ വെയറിലോട്ട് കോർത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് അതിലോട്ടൊന്ന് ചുറ്റി കൊടുക്കാം, ആകുമ്പോഴേക്കും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു സൈഡിൽ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം, അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബീഡ്സൊക്കെ ചുറ്റിയതിന് ശേഷം ഒട്ടിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. നല്ലതുപോലെ ഇങ്ങനെ ഒന്നിൻ്റെ പുറത്ത് ഒന്നിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതാ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ ബീഡ്സ് കോർത്ത് വെച്ചിരിക്കുന്നില്ലേ, അതിനെ നമ്മൾ സ്റ്റോൺ ചെയിനിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ ചുറ്റി പോകണം. വേറെ ഒന്നുമില്ല, ഇങ്ങനെ ചുറ്റിയെടുത്താൽ മാത്രം മതി. ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ബീഡ്സ് കയറ്റി ഒന്ന് ചുറ്റി കൊടുക്കണം. സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി ചുറ്റി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇത് സാറ്റിൻ ബോയിലും ചെയ്യാം കേട്ടോ. നമ്മൾ ഡ്രസ്സിന് മാച്ചിന് ഒരു ബോ എടുത്തതിന് ശേഷം ആ 2 ബോയിലും ഇങ്ങനെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വീതം ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫങ്ഷനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും മക്കൾക്ക്. സൂപ്പറായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെയർ അക്സസറീസിൻ്റെ മെറ്റീരിയൽസ് എല്ലാം എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ. കണ്ടോ, അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്